അല്ല കുനുകുന വരച്ച് വെച്ചിരിക്കണേ. നിന്റെ സീനാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. അതായത് നിന്റെ കഥാപാത്രത്തിന് ഫദ്രനാണ്. ഫദ്രന്റെ കഥാപാത്രം ഓട്ടോറിക്ഷയിൽ കയറി വരുന്ന സീനാണ്. അപ്പൊ ഡയലോഗ് ഒക്കെ അല്ലേ? ഓക്കെ ആണോ? ഓട്ടോ എന്ത്? ഓട്ടോ വരും. ഓട്ടോ വരുമെന്ന് പറഞ്ഞാൽ പോലെ ഓട്ടോ എവിടെ? ഓട്ടോ ഗേറ്റിലെടുത്ത് എത്തിയണോ? ഓട്ടോ വരാൻ പറഞ്ഞിരുന്നു സാർ. ഓട്ടോ വേണമെന്ന് പറഞ്ഞിരുന്നു. എന്റെ ഒരു മണിയാണ് സാർ. ചെല്ലപ്പേര് ബബ്ലു എന്നാ. ബബ്ലു. നിന്റെ ചെല്ലപ്പേര് ഇവിടെ ചോദിച്ചാണ്? അല്ല, വീട്ടിലെല്ലാവരും സ്നേഹത്തോടെ തന്നെ ബബ്ലു എന്ന് വിളിക്കും. എന്നെ സ്നേഹത്തോടെ അല്ലാതെ വിളിക്കട്ടെ. നിന്റെ അടുത്ത് ചെല്ലപ്പേര് ഞാൻ ചോദിച്ചാ. എന്നെ ചോദിച്ചതിനുള്ള സമ്മാനം നീ എന്നോട് പറഞ്ഞാൽ മതി. സാറേ, ഒരു പേരെന്ന് പറയുമ്പോ വീട്ടിൽ വിളിക്കുന്ന പേരും കൂടെ പറയണ്ടേ? എന്നെ ഇപ്പൊ അവിടെ ഒന്ന് ചോദിച്ചാൽ മണിയുണ്ടെന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ വിളിച്ച് ബബ്ലു ഉണ്ടെന്ന് ചോദിച്ചാലേ അറിയാൻ പറ്റും. ബബ്ലുവിനെ കണ്ടോടെ? അല്ലെ അമർചിത്രയിലൊക്കെ കുരങ്ങന്മാർക്ക് ഇടുന്ന പേര്. ഓനെ പേരെ ബബ്ലു നല്ല ഓനെ കബീഷ് എന്നാ വിളിക്കണ്ടേ? ചോദിക്കുന്നത് മാത്രം. അതെ, നിനക്ക് ഇവിടെ പേരിടി ചടങ്ങല്ല നടക്കുന്നത്. ഇത് ഞങ്ങളുടെ ലൊക്കേഷനാണ്. അഭിനയിക്കാൻ അറിയോ? അഭിനയിക്കണം സാർ. ഫസ്റ്റ് മൊയ്തീനെ നീ എന്താണ് ഇങ്ങനെയുള്ളവരൊക്കെ വിളിച്ചോണ്ട് വരുന്നത്? അഭിനയിക്കാൻ അവരൊക്കെ അറിയാമല്ലോ ചോദിക്കാണ്. അഭിനയിച്ചിട്ടില്ല, അഭിനയിക്കും. പരീക്ഷണശാലയാണോ അഭിനയിക്കാനും സാറേ? ഒരു ഓട്ടോ വേണമെന്നാ ഈ മൊയ്തീൻ സാർ. ലാഭല്ല പരീക്ഷണം നടത്താൻ, ഞങ്ങളുടെ ലൊക്കേഷനാണ്. നിന്റെ അടുത്ത് എന്താണ് ഞാൻ പറഞ്ഞത്? സാറേ, അഭിനയിക്കും, പക്ഷെ അഭിനയിച്ചിട്ടില്ല. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്തോളാം സാർ. ഇയാൾക്ക് അഭിനയിക്കാൻ അറിയാമെങ്കിൽ അഭിനയിക്കുക, അല്ലെങ്കിൽ പോവാ. ഡയലോഗ് ഒക്കെ ഉണ്ടാ? അതാണ് സിനിമയാണോടാ ഡയലോഗ് ഇല്ലാതെ? പിന്നെ മനുഷ്യ ഒരുമാതിരി എവിടുന്നാണ് അവനെ വിളിച്ചത്? അതെ സാറ് ചോദിച്ചു കേട്ടില്ല. എവിടുന്നാ വിളിച്ചെന്നാ ചോദിച്ചത്? എവിടുന്നാ? അതെ, എന്റെ വീട് ഞാൻ പറഞ്ഞത് സാർ. ഇതുവഴി അങ്ങോട്ട് പോയാല് കുണ്ടാവൻകടവ് ജംഗ്ഷൻ, അവിടുന്ന് നേരെ ഇറങ്ങി ഒരു പാലമുണ്ട്. ആ പാലം വഴി കുറച്ച് ദൂരം നടന്നാല് നമ്മുടെ ദേശസേവന് വായനശാലയിൽ നിന്ന് നേരെ ഒരു തടിപ്പാലം ഉണ്ട് സാറേ. ആ തടിപ്പാലത്തിന്റെ അവിടെ വെച്ച് ബബ്ലുവിന്റെ വീട് എവിടെ എന്ന് ചോദിച്ചാ എനിക്ക് ഞങ്ങൾ പെണ്ണ് അന്വേഷിക്കാൻ വരുന്നതല്ല. ഇതെന്റെ വീടും വയ്യൊക്കെ പറഞ്ഞോക്കെ. അന്നോട് ഞാൻ അഭിനയിക്കണമെന്ന് പറഞ്ഞല്ലേ? ഇത് ചെറിയ കഷ്ണം അഭിനയിച്ചു കൊടുത്താൽ മതി. സാറേ, അതെന്ത് പറഞ്ഞെന്നറിയാം? ഈ തടിപ്പാലം എന്ന് പറഞ്ഞില്ലെങ്കിൽ ചിലർ അവിടെ സ്ലിപ്പ് ചെയ്ത് വീണിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും കോമഡി പറഞ്ഞു ഇങ്ങനെ വിളിക്കാനായിട്ട്. ഇവിടെ എന്തെങ്കിലും കോമാടത്തിനെ കാണിച്ചിങ്ങനെ വിളിക്കാൻ. അല്ല, എന്ത് അറിയോ സാറേ, ബബ്ലു എന്ന് പറയുമ്പോ ചിലർക്ക് ഭയങ്കര ചിരിയാ. പക്ഷെ നമുക്ക് ചിരി വരുന്നില്ല. ആവശ്യമില്ലാതെ ചിരിക്കണ്ട. 4-5 സഹോദരിമാരുണ്ട്. ഓരോന്നിനായിട്ട് കെട്ടിച്ചയച്ച് അങ്ങനെ നമ്മൾ നിന്നുപോയതാണ്. അപ്പൊ ഇപ്പൊ ഒരാളുടെ അടുത്ത് ചെറിയ താല്പര്യമുണ്ട്. അവള് പറയണു ബബ്ലുവിനെക്കാളും ചിഞ്ചു എന്നാണ് പേര്. ചിഞ്ചു. അവളിപ്പോ ചിഞ്ചുവേട്ടാന്നാണ് വിളിക്കുന്നത്. പക്ഷേ പറഞ്ഞിട്ടുണ്ട് തടിപ്പാലത്തിന്റെ അവിടെ ഒന്ന് ചിഞ്ചുവേട്ടന്റെ വീടാന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരൂല്ല. കാരണം അവർക്ക് അറിഞ്ഞൂടാ. ഇവള് മാത്രമാണ് വിളിക്കുന്നത്. ഇവളുടെ പേരെന്നതല്ലേ ദേവയാനി. അതാണ് ഞാൻ ഓട്ടോ കേട്ടിരിക്കുന്നത്. ടൈപ്പ് റൈറ്റിംഗ് കഴിഞ്ഞു സാർ. ടൈപ്പ് റൈറ്റിംഗ് ഇപ്പൊ കമ്പ്യൂട്ടറിനും പോകുന്നുണ്ട്. ഇത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്ത് പറ്റിയടാ കൊച്ചിന്? എന്ത് പറ്റി സാറേ? ജോലി കിട്ടും സാറേ. നമുക്കെന്നാ സീനൊന്ന് പറഞ്ഞു കൊടുക്കാം. നമുക്ക് ഡയലോഗുള്ള സീനൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യം സാറേ. ഓരോരുത്തരും കാശ് അങ്ങോട്ട് കൊടുത്ത് അഭിനയിക്കുകയാണ്. എനിക്ക് ഇങ്ങോട്ടൊരു വേഷം വന്നിരിക്കുന്നത് സാറേ. ഒരിക്കലും മറക്കില്ല കേട്ടോ. തെറ്റ് കഴിഞ്ഞ എന്റെ സ്വഭാവം സീനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കവലയിലൊന്ന് വരണം. പരമേണന്റെ കടയിൽ നിന്ന് നല്ല ചൂട് ഉള്ളിയോടെയും ചായ ഞാൻ മാറ്റിക്കും സാറേ. സൂപ്പർ ഉള്ളിയോടെ. എന്റെ ഉള്ളിവട കാരണം നമ്മളെ കഞ്ഞുകൂടി പൊട്ടുന്ന അപ്പൊ തോന്നുന്നത്. എനിക്ക് കഞ്ഞിയുടെ ഒന്നും പൊട്ടില്ല സാറേ. എന്തൊരു ക്യൂ എന്നറിയോ? പരമേണന്റെ കടയിലെ ഉള്ളിവട എന്ന് പറഞ്ഞാൽ ആൾക്കാർ ക്യൂ നിന്നാ വാങ്ങിക്കുന്നത്. അതും 1-2 അല്ല, 5-10 ഒക്കെ വാങ്ങിച്ചോണ്ട് പോകും ആൾക്കാർ. ഉള്ളിവട, തേങ്ങാവട. എടാ, നീ ഉള്ളിവട കച്ചവടത്തിന് വന്ന് അഭിനയിക്കാൻ വന്നേ? അല്ല സാർ, ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ പിന്നീട് സാർ എന്റെ അടുത്ത് പറയും, എടാ നിന്റെ വീട്ടിന്റെ അടുത്ത് ഉള്ളിവട ഉണ്ടോ നീ എന്റെ അടുത്ത് പറഞ്ഞോന്ന് സാർ എന്റെ അടുത്ത് ചോദിക്കരുത്. അതെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കും. കാരണം ഉള്ളിവട 3, 4, 5 ഈ 2 വെച്ച് 6 കാരണം ഒരു 12 ഉള്ളിവട വാങ്ങിച്ചോണ്ട് വരാം വൈകുന്നേരം. സംഭവം ഇവിടെ സിനിമയുടെ ലൊക്കേഷനാണ്.
ഞാനൊരു ഡയറക്ടറാണ്. സംസാരിക്കുന്ന ക്ലിയർ ആയിട്ട് സംസാരിക്കണം കേട്ടോ. നീ പറഞ്ഞ് മനസ്സിലാക്കണേ. നമ്മളച്ഛങ്ങനെ പറഞ്ഞാണ്ടോ? അല്ല എനിക്ക് അറിഞ്ഞൂടായിരുന്നു സാർ, സിനിമാക്കാർ ഉള്ളിയോടെ കഴിക്കില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താ വിളിക്കാന്ന് പറഞ്ഞേ? ബബ്ലു. ബബ്ലു എന്നല്ല, അന്ന് ഉള്ളിവടയെന്നാ വിളിക്കേണ്ടത്. അയ്യോ, അങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല. കാരണം ഞാൻ ഒരു 6-7 ഉള്ളിയോടെ ഡെയിലി കഴിക്കും. ഒരു 11 മണിയാകുമ്പോ വിളിക്കും, പറഞ്ഞ വിളിക്കും. ഞാൻ കറക്റ്റായിട്ട് 2 നോക്കിയിട്ട് ആവി പറക്കണ ഉള്ളിയോ. സാറേ വേറൊന്നും കൊണ്ട് പറയില്ല, സാർ കഴിച്ചില്ല എങ്കിൽ സാറിന്റെ ജീവിതം എനിക്ക് അത്രേ പറയാം. സീരിയസ് ആയിട്ട് കാര്യം പറയാം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇവനെ വിട്ട് 2 ഉള്ളിവട പഠിപ്പിച്ചല്ലോ. അത് ഒരുപാട് പറയരുത് കേട്ടോ. സംഭവം അങ്ങനെ നോക്കാം പറഞ്ഞപ്പോ ഒരു ആക്രാന്തം. അത് പിന്നെ നമ്മൾ ഉള്ളിയോടെയൊക്കെ കഴിക്കാം. നീ പറഞ്ഞ ഉള്ളിയോടെ മേടിച്ച് കഴിക്കാം. അപ്പൊ അത് തരുന്ന സീൻ മനോഹരമാക്കി ചെയ്യാൻ നോക്കാം. സാറിന് വിത്തൗട്ട് അല്ലല്ലോ സാറേ ചായ? വിത്തൗട്ട് അല്ലല്ലോ ചായ. എടാ നിന്റെ അടുത്ത് ഉള്ളിയോടെ ആരും പറഞ്ഞപ്പോൾ എന്തിനാണ് പിന്നെ ചായയുടെ ഉള്ളിവിടെ ചായയോടെ ഊതി കുടിച്ചില്ലെങ്കിൽ പിന്നെ ഈ ഉള്ളിവിടെ പോക്കാണ് സാറേ. ഒരു കാര്യം ജീവനെ ഇവിടെ പ്രൊഡക്ഷൻ എടുത്തിട്ടേ, പ്രൊഡക്ഷന്റെ കാര്യങ്ങളൊക്കെ ഇവൻ നോക്കിക്കോളും. ഉള്ളിവിടെ വേണം സാർ, ഞാൻ നിൽക്കാം സാർ. ഉള്ളിവിടെ നീ ഓട്ടം കൊണ്ട് അഭിനയിക്കാനാണോ വന്നേ? നിങ്ങൾക്ക് അഭിനയിച്ചിട്ട് പോയാൽ മതി. ഫുള്ള് മനസ്സിൽ നല്ല കള. ഇപ്പൊ സിനിമ പറഞ്ഞോട്ടെ, അതൊന്ന് ഒരു വിട്ടോട്ടോ. അത് ഉള്ളിയുടെ കാര്യം ഇനി ഇവിടെ പറയാൻ പാടില്ല. ഉള്ളിവട ചായയും അത് രണ്ടും പറയണ്ട. വേണ്ട, രണ്ടൊന്നും വേണ്ട. ഡയലോഗ് പറഞ്ഞു. സീൻ നമ്പർ 17 സി ആണ്. 16 വരെയുള്ള ഡയലോഗ് പറയണോ? അല്ല 16 വരെയുള്ള നമുക്കൊന്ന് 16 നിനക്കൊരു സീൻ പറഞ്ഞത് അത് അഭിനയിച്ചാൽ മതി. ഇങ്ങോട്ട് കയറി ഡയറക്ഷൻ വിടല്ലേ കേട്ടാ. 17ലാണ് ഞാൻ വരുന്നത് സാർ. 17ലാണ് ഞാൻ വരുന്നില്ലേ സാർ? അന്റെ 16 തോന്നിലാണ് ഞങ്ങൾ നടത്തു എന്നുള്ള കാര്യം പറഞ്ഞുതരാം. പറഞ്ഞ കാര്യം ചെയ്യോട്ടു. ചൂടായ വലിയ പറഞ്ഞു വിടേ. ഇല്ല സാറേ, സാറേ ഇനി ചോദിക്കില്ലേ സാറേ? ഞാൻ സാറേ ആദ്യമായിട്ടല്ലേ സാറേ, അതുകൊണ്ടാണ് സാർ ആദ്യമായിട്ടല്ലേ സാർ. ആദ്യമായിട്ട് ഇങ്ങനെ 17 എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല സാറേ. സാർ ഈ സീൻ നമ്പരൊക്കെ ഇട്ട് എടുക്കുകയാണെന്ന് മനസ്സിലാവട്ടെ. ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു ഇപ്പം പറയുന്ന ഡയലോഗ് തത്ത പറഞ്ഞിട്ട് ഈ തെറ്റിത് പോകുള്ളൂടാ. തത്ത പറയുന്നത് ഡയലോഗ് പറഞ്ഞു. ഔട്ട്ഡോർ ആണ് ചെയ്യാൻ പോണേ. ഔട്ട്ഡോർ ആണ്. ഡോർ ആവശ്യമില്ലാത്ത പറയുന്നത് ഓനോട് ഡയലോഗ് മാത്രം പറഞ്ഞു കൊടുക്കി സാറേ. ഡോർ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. വെളി വെച്ചുള്ള ഔട്ട്ഡോർ പുറത്തുള്ള സീൻ, പുറത്തുള്ള ഡോർ. അപ്പൊ ഡോറിന്റെ പുറത്തല്ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്ത്. ഡോർ ഇല്ലാതെ ഓട്ടോറിക്ഷയിൽ എങ്ങനെ ഫിക്സ് ചെയ്യണോ? സംശയം ഓനാണോ മോയന്ത് അല്ലെങ്കിൽ നിങ്ങളാണോ മോയന്ത്? എടോ ഓനോട് മൊയിന്തെന്ന് പറഞ്ഞ എന്താ സാറേ? മൊയിന്ത് മനുഷ്യൻ മനസ്സിലാവുന്ന ഭാഷ പറയണം. മൊയിലാണ്. എന്റെ വീട്ടിലുണ്ട് സാറേ മൊയില്. മൊയിലേക്ക് തെന കൊടുത്താൽ മതി സാറേ. മൊയിലിന് തെന കൊടുത്താൽ മതി. സുഹൃത്തെ നല്ല ചെറിയ പുല്ലും കൊടുത്താൽ മതി. കാര്യമുണ്ട് അതൊക്കെ പറയണ്ടേ. വട മാറി വന്നതാ. അപ്പൊ തന്നെ മൊയിന്ത് കയറി പിടിച്ചേക്കുവാ. എന്റെ പൊന്ന സുഹൃത്ത് ഇതൊന്നും പറഞ്ഞോട്ടെ. ജീവിക്കാൻ വേണ്ടിയാ, അന്നം മേടിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ്. ഒരു ഓട്ടോ 17 സി ഇല്ലേ സാറേ? 17 സി പകലാണ്. നായികയുടെ ചേട്ടനാ ഓട്ടോയിൽ വരികയാണ്. നായികയുടെ ചേട്ടൻ ഇയാള് നായികയുടെ ചേട്ടൻ നിങ്ങളുടെ ഓട്ടോയിലാണ് വരുന്നത്. എന്താ പറഞ്ഞു സാറേ? ഓട്ടോ വന്ന് നിൽക്കുന്നു. ഭദ്ര ഇറങ്ങുന്നു. ഭദ്ര ചോദിക്കുന്നു, ഭദ്രൻ നമ്മുടെ നായികയുടെ ചേട്ടൻ ഇറങ്ങട്ടെ ധൈര്യമായിട്ട് ടീച്ചർട്ടൊക്കെ എത്തിക്ക് ചെയ്യണോ? ഭദ്ര പൂളമ്പാറ കടന്നേ കുറച്ച് നാള് അറിയാലോ. നമ്മളെ മാത്രം അറിഞ്ഞാൽ മതി. അതിന്റെ പ്രഷർ പറയുന്നത് മനസ്സിലാവത്തില്ല സാറേ. ഇതിന് ഒരു നല്ല മരുന്നുണ്ട്. ആവണക്കെണ്ണ 4 നേരം ഇഞ്ചാവരിയിൽ കുഴച്ച് കഴിച്ചാൽ മതി. ഇതൊക്കെ നിർത്തിത്തരാ സാറേ. നിർത്തേണ്ടടുത്ത് നിർത്തിത്തരാം. ആവണക്കെണ്ണ ഇഞ്ചാവരിയിൽ കുഴച്ച് തണ്ടേ സമം ചാലിച്ച് കഴിച്ചു. നീ അവിടെ ഒന്ന് മര്യാദക്കിരുന്നേ സാറേ. ഞാൻ ഏറ്റു സാർ. ഇനി മേലെ ആരെടുത്ത് കസേര എടുത്ത് ഓങ്ങൂല്ല. ആവണക്കെണ്ണ ഇഞ്ചാവരി തേച്ച് ഞാൻ ഏറ്റു സാറേ. ഇതിന്റെ അപ്പുറപ്പെട്ട ഞാൻ നിർത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ നായികയുടെ ചേട്ടൻ ചോദിക്കുന്നു ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട്. ചോദിക്കണം. എത്രയായി ഓട്ടോ എത്രയായി ചോദിക്കണം. ന്യായമായിട്ടുള്ള ചോദ്യം. ഒരു ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോ ആദ്യം ചോദിക്കണം എന്താ എത്രയായി. കറക്റ്റ് ഡയലോഗ് എഴുതി. നല്ല ഡയലോഗ്. ഇനി വരാൻ പോണുള്ളൂ ചെറുത്. അപ്പോഴത്തെ പറയുന്നത് 137 രൂപ 50.
അതെ 137 നല്ല ഓട്ടം കിട്ടിയില്ല. നല്ല ഓട്ടം 137 രൂപ 50 പൈസ. കറക്റ്റ് ഷാർപ്പ് കണക്കാണ്. 50 പൈസ ഷാർപ്പ് എടുത്തു പറയണം. ഷാർപ്പ് കണക്കാണ്. 137 രൂപ 50 പൈസ. അങ്ങനെ 50 പൈസ എടുത്തു പറഞ്ഞു. 50 പൈസ. സാധാരണ ഓട്ടോയിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ 50 പൈസയും കൂടെ ചേർത്തുകൊണ്ടാണ് ഞാൻ ഇത് ഏതിന് പ്രാധാന്യം രൂപയ്ക്കല്ലേ പ്രാധാന്യം. 137 രൂപ 50 പൈസ. 50 പൈസ ബുദ്ധിമുട്ടെങ്കിൽ വിട്ടുകളാം. 137 നോർമലി അങ്ങ് പറഞ്ഞാൽ മതി. അത് 50 പൈസ എന്തുണ്ട്? 137 രൂപ 50 പൈസ. 137 രൂപ 50 പൈസ. അത് സാറ് പറഞ്ഞു കറക്റ്റ് ചെയ്യും. അത് മതി. 137 രൂപ 50 അല്ല ഇങ്ങനെയാണ് നിങ്ങളൊരു ഓട്ടോ ഇങ്ങനെ പറയും. 137 50 പൈസ ഇങ്ങനെ പറയും. ഇങ്ങനെയാണ് പറയുന്നത്. റൗണ്ട് ചെയ്ത് ഒരു 140 ആക്കി പ്രശ്നം പറയുന്നത് എത്ര? 137 രൂപ. അല്ലാതെ ഇങ്ങനെ തിരുവാതിര ഇല്ല കൈ എടുക്കാതെ പറഞ്ഞാൽ പോരെ സാർ. ഇത് എടുക്കണ്ട. 137 രൂപ 50 പൈസ. എന്താ പട്ടാള പോലീസ് എങ്ങനെ നിങ്ങൾ കാണിക്കാൻ? ഇവനൊക്കെ പറഞ്ഞു വിടുന്നത്. അല്ല നോർമലി പറഞ്ഞ പോട്ടെ. അപ്പൊ നോർമൽ പറയണം. സാധാരണ ജീവിതത്തിൽ എന്താണ് എത്ര കേടാ? 40 രൂപ നോർമലായിട്ട് പറയണം. സാർ 40 രൂപ അല്ല 137 രൂപ. ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നെയാണ്. നമ്മളെ ഡയറക്റ്റ് അല്ല ഒരു കാര്യം 137 50 പൈസ. അത് പോട്ടെ. പുള്ളിക്കാരൻ ചോദിക്കുന്നു ഈ ഓട്ടോയുടെ വിലയല്ല ചോദിച്ചത്, ഓട്ടോ ചാർജ് എത്രയാണെന്നാ ചോദിച്ചത്. ഇങ്ങനെ ഡയലോഗ് പറയണം. അത് കേട്ടിട്ട് ഡ്രൈവർ പറയുന്നത് ഓട്ടോറിക്ഷയ്ക്ക് ഇപ്പൊ 1.25 ലക്ഷം രൂപ വിലയുണ്ട് സാർ. പല കസ്റ്റമേഴ്സ് എന്റെ അടുത്ത് ഈ ഓട്ടോ ഓടിക്കുക ചാർജ് പറയുമ്പോഴത്തേക്ക് എടാ നിന്റെ ഓട്ടോയുടെ ചാർജല്ല, നിന്റെ ഓട്ടോയുടെ കാശല്ലേ വെച്ചത്, ഓട്ടോയുടെ ചാർജാ വെച്ചത്. സൂപ്പർ ഡയലോഗ്. എന്റെ തമാശ സാധാരണക്കാർ കേൾക്കും കേട്ടോ. ഭയങ്കര കേക്ക്. ഞാൻ ചിരിച്ചാലോ ആ ചിരിച്ചാലും കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പൊ ഭാഗ്യം താനെന്താ ആളെ വടിയാക്കുവാണോ? താനെന്താ ആളെ വടിയാക്കാണോ? താനെന്താ ആളെ വടിയാക്കാണോ? അപ്പൊ ഡ്രൈവർ കേൾക്കുന്നു വടിയാക്കാൻ സാറ് തടിയൊന്നും അല്ലല്ലോ, തടിയിൽ നിന്നാണല്ലോ വടി ഉണ്ടാക്കുന്നത്. വടിയാക്കാൻ ആള് തടിയൊന്നും അല്ലല്ലോ, അല്ലേ? തടിയിൽ നിന്നല്ലേ വടി ഉണ്ടാകുന്നത്. തടിയിൽ നിന്നല്ലേ വടി ഉണ്ടാകുന്നത്. അത് വേറെ സൂപ്പർ ഡയലോഗ് സാറേ. അത് കൊള്ളാം കേട്ടോ. അപ്പൊ കോമഡി കയറി കത്തി കയറി. അയ്യോ നന്നായിട്ടുണ്ട് സാറേ. ദൈവമേ ഇത് തമാശ പടത്തിനുള്ള അവാർഡ് വല്ലതും കിട്ടുമെന്നോ എനിക്ക് വേണ്ടി. അപ്പൊ ഭദ്രൻ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഞാൻ ചിരിച്ചോട്ടെ. പിന്നെ വടി നിന്നെ എവിടുന്നാണ് വരുന്നത്? നല്ല ഡയലോഗ്. അല്ല മുമ്പേ പറയാം എന്തിനാണ് ആവണക്കണ്ണയുടെ തൈലോ അത് കുറച്ച് നിങ്ങളുടെ തലയിലോട്ട് പൊത്തി പിടിക്കും. നിങ്ങളുടെ ഭ്രാന്ത് മാറി. ഞാൻ പരമേണന്റെ അടുത്ത് ഇത് പോയി പറയും കേട്ടോ സാർ. പറയണം കേട്ടോ. പരമേന്റെ അടുത്ത് ഈ ഡയലോഗ് പോയി പറയും. എനിക്ക് റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ. അത് പടം ഇറങ്ങിയിട്ട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇവർ തിയേറ്ററിൽ വന്ന് ചിരിക്കാൻ പഠിക്കുന്നതാണ് നമ്മുടെ തൽക്കാലം ഞാൻ പരമേണന്റെ അടുത്ത് പറയും അണ്ണാ ഒരു സംഭവം ഉണ്ട്, ഞാൻ പിന്നെ പറയാം. അത്ര മതി അത്ര മതി. ഇല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് കണ്ടിട്ട് വലിയ സീനാ സാർ. ജീവിതത്തിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചവനാണ്. അപ്പൊ നിങ്ങൾ പറയണം ഞാനും അതുക്കും മേലെ കഷ്ടപ്പാട് അനുഭവിച്ചവനാണ് ഈ KP സദാനന്ദൻ. രജനീകാന്ത് സ്റ്റൈലിൽ അദ്ദേഹം പറയും കേട്ടോ സാറേ. കൊള്ളാം, മീശയൊക്കെ വെച്ച് കൊള്ളാം കേട്ടോ. ഒരു ചെറിയ രജനീകാന്തിന്റെ ഡ്യൂപ്പ്. ഭീഷണിപ്പെടുത്തുകയാണോടാ പുള്ളി ചൊരിച്ചു ചോദിക്കുന്നത്. എടാപെടാന്നൊന്നും വിളിക്കല്ലേ. എടാപെടാന്ന് വിളിച്ചാൽ നീ എന്ത് ചെയ്യും? എന്നാ വിളിച്ചു നോക്കടാ. ഓടാ പട്ടി. അവിടെ ഡയലോഗ് പഠിക്കണം. ഡയലോഗ് പഠിച്ചല്ല. ഡയലോഗ് അല്ല സാർ. ഒരു മിനിറ്റ് സാറേ, വണ്ടിയില് ഡീസൽ കുറവാ, അടിച്ചിട്ട് ഓടി വരാം. ഫസ്റ്റ് ഡീസൽ അടിക്കാതെ ഇയാൾ അഭിനയിക്കാൻ വന്നു. 5 മിനിറ്റ് 5 മിനിറ്റ് വരാം. 5 മിനിറ്റ് വരണം. തിരുമിനിറ്റ് അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ മതി. സംസാരിക്കണ്ട, ഓടിപ്പോയി ഡീസൽ അടിച്ചോണ്ട് പോവാ. 5 മിനിറ്റ് 5 മിനിറ്റ് 5 ക്യാമറ 3 മണിക്ക് എന്താ ചായയുടെ കൂടെ? ഉള്ളിവടല്ലേ? അയ്യോ ഉള്ളിവട മാറ്റി. ഇനി ആ ഉള്ളിവട ഉണ്ടെങ്കിൽ അത് മതി. അത് പറഞ്ഞോണ്ട് 2-3 മണിക്കൂർ കളയാ. അത് മാറ്റി മാറ്റി കൊള്ളാം സാറേ. എന്താണ് ഇത്? അഭിനയിക്കണം പറഞ്ഞ അതുകൊണ്ട് പറഞ്ഞ ഡ്രസ്സായത്. അല്ല സാർ, എന്തുകൊണ്ട് വേഷം ഇട്ടത്? അല്ല രജനി സാറൊക്കെ ഓട്ടോ ഡ്രൈവറായിട്ട് വരുമ്പോ നീ ഭാഷയല്ല കണ്ണാടി ഉറ ഷർട്ടിന്റെ ബട്ടൺസ് എന്തോടാ പേക്കോലം കാണിക്കുന്ന 5 മിനിറ്റ് സമയം ചോദിച്ചാൽ നീ ഞരമ്പെറുക്കാനായിരുന്നല്ലേ? അല്ല ഇതൊരു സ്റ്റൈലിന് സ്റ്റൈലായിരുന്നു. അല്ല അതൊക്കെ പോട്ടെ. നിന്റെ കല്യാണം ഉണ്ടോ ഇവിടെ? ഇതിന്റെ ഇറ്റുകളൊക്കെ കൂട്ടി വന്നേ. ഇത് നമ്മുടെ എല്ലാം നമ്മുടെ വീടിന്റെ അപ്പുറത്ത് താമസിക്കുന്ന ഇത് നമ്മുടെ
ഉള്ളിയോടെ പരമേണ്ണന്റെ മോനാ ഇവൻ ദുബായിൽ നിന്ന് വന്ന്. അതിനെ കൊണ്ട് ഓലിന്റെ ഇങ്ങോട്ട് വെച്ചിട്ടേ ഇല്ല ഇല്ല എന്റെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി എല്ലാം ദേവാനയുടെ ബന്ധുക്കളാ, എല്ലാം ബന്ധുക്കളാ. നമ്മുടെ കുഞ്ഞമ്മമാരും കുഞ്ഞമ്മമാരുടെ മക്കളും കാര്യങ്ങളും ഒക്കെയാണ്. ഒരു ഗ്രാമം പടയോടഞ്ഞു വന്നൂടെ? കണ്ടേ നമ്മുടെ സ്റ്റാൻഡ് ഓടുന്നവരാണോ അവർ രണ്ട്? ഡീസൽ അടിക്കാൻ പറഞ്ഞില്ല എന്റെ അനുവാദം മേടിച്ചിട്ട് പോയത്. ഡീസൽ അടിക്കുന്നതിന്റെ കൂട്ടത്തില് ഞാൻ ആൾക്കാരെ വിളിച്ചിട്ട് വന്നു. അല്ല ഇവരൊക്കെ ഞാൻ അഭിനയിക്കണത് കണ്ടില്ലെങ്കിൽ പിന്നെ ഇവർക്കെല്ലാം ഭയങ്കര പ്രശ്നമല്ലേ? ഇതൊക്കെ അപ്പുറത്തെ വീട്ടിലുള്ള ഓലൊക്കെ ചിന്മാലിൽ വന്ന് കണ്ടോളൂടാന്റെ അഭിനയം. അല്ല ഇപ്പൊ ഷൂട്ടിംഗ് കാണണ്ടേ അതിന്റെ ഒരു ഷൂട്ടിംഗ് ആണ് ഇത്രയും പേര് വിളിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ ആര് കയറും? അവർക്ക് നേരത്തെ കണ്ടു. ഇവരെല്ലാം കാണും സാറേ. എന്ത് കാണിച്ചാലും അല്ല ഇതിനൊക്കെ നമ്മളെ മറ്റില് ഒരു തുള്ളി പച്ചളം പോലും കൊടുക്കൂല കേട്ടോ. ഇല്ല കൊടുക്കൂല. അത് ശരി. സീൻ ഓക്കെ അല്ല? സീൻ ഓക്കെയാണ് സാറേ. ഒരു കാര്യം കൂടെ, പരമേണ്ണൻ പ്രത്യേകം പറയാൻ പറഞ്ഞു. അവിടെ ഉള്ളിയോടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് വരാൻ പറ്റിയില്ലെന്ന് പ്രത്യേകം പറഞ്ഞു. ഇല്ല അക്കാ പിന്നെ അവർ പറഞ്ഞു. കുഴപ്പമില്ലല്ലോ, മോൻ ഉണ്ടെന്നുണ്ടല്ലോ. ഉള്ളിയോടെ കാണാനുണ്ട്. കൊളസ്ട്രോളിന്റെ കൈയും കാലും വെച്ചൊരു ദുബായിലാണ്. മാറ്റി നിർത്തിക്കോളൂ. ഇല്ല ഒന്നും ചെയ്യില്ല, അവർക്ക് അറിയാം സാറേ ഇതിന്റെ അങ്ങോട്ട് അക്കാ കുഞ്ഞമ്മ എല്ലാവരും അങ്ങോട്ട് നിൽക്കണം. ആ സൈഡ് മാറി അനി ബട്ടൺസ് മൊത്തം ഇട്. ഈ കൈയൊക്കെ മൊത്തം മടക്കി വെക്കും. ഓട്ടോ സ്റ്റാൻഡ് ഇയാളിങ്ങനെയാണ് ഓട്ടോ ഓടിക്കുന്നത്. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെയാണ് സാറേ ഓട്ടോ ഓടിക്കുന്നത്. ഓട്ടോ റെഡിയാണ്.